വളരെ ശാന്ത സ്വഭാവമായിട്ടുള്ള അമ്മ വേഷം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കവിയൂർ പൊന്നമ്മ, KPS ലളിത, സുകുമാരി അമ്മ വരും. കൂടുതലും പൊന്നമ്മ ചേച്ചിയെ. പൊന്നമ്മ ചേച്ചി കുറച്ചൊരു എന്താണ് കുശുമ്പും കുന്നയമൻ നിറഞ്ഞ അമ്മ വേഷം എന്ന് പറഞ്ഞാൽ അതിലും സുകുമാരി അമ്മ വരും. അതെ. പിന്നെ ചേച്ചി വരും. പിന്നെ മീന അമ്മ പിന്നെ മരിച്ചുപോയ ചേച്ചി. വരും. നിങ്ങൾ മൂന്നുപേരും വരും. ഈ പിന്നെ കുറച്ച് കോമഡി നിറഞ്ഞ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സുകുമാരി മൂന്നിലും പെടും. അതെ അതെ ഫിലോമിന അതെ അമ്മ അതെ അങ്ങനെ രണ്ടുമൂന്ന് പേരുണ്ട്. ഈ അമ്മമാര് തന്നെ പല പല കാറ്റഗറി നമ്മൾ പറഞ്ഞല്ലോ. അതെ. നിങ്ങൾക്കിടയിൽ മത്സരമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? മത്സരം ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ? അല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്കുണ്ടായിട്ടില്ല. ഇനി വേറെ ആൾക്കാർക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഞാൻ ചെയ്യേണ്ട റോളുകൾ പലരും എടുത്തിട്ടുണ്ട്. കാരണം അത് ഭയങ്കര മത്സരമാണ്. അതും മത്സരമാണോ അത് ഒരാൾക്കാരുടെ സാമർത്ഥ്യമാണോ? മത്സരമല്ല അത്. ചേച്ചിക്ക് ചിലപ്പോൾ പൊട്ടിത്തെറിക്കണൊക്കെ തോന്നിയിട്ടുണ്ടോ? ദേഷ്യപ്പെടണം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചിലപ്പം നമ്മുടെ മുമ്പിൽ കാണുന്ന അന്യായങ്ങളായിരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ. വൈ എന്ന് ചോദിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ആ നടിയോടോ അല്ലെങ്കിൽ അയാളുടെ അടുത്തോ എന്തെങ്കിലും നിങ്ങൾ എന്ത് മര്യാദകളാണ് കാണിക്കുന്നത്? ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. ശരിക്കും ചോദിക്കണ്ടായിരുന്നു. ചോദിക്കേണ്ടതാണ്, പക്ഷെ ചോദിക്കാറില്ല. ഞാൻ ഈ കാണുന്ന മുഖത്തുള്ള ഗൗരവമൊക്കെ ഉള്ളൂ. ദേഷ്യം പിടിച്ചാൽ പിന്നെ അതിന്റെ ഇതാട്ടോ ഭയങ്കര ദേഷ്യം വരും എനിക്ക്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം. പക്ഷെ കഴിയുന്നതും അത് നമുക്കില്ല വിചാരിക്കും. എഴുതുന്ന കഴിക്കുന്ന അരിമണിയിൽ പേരുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണോ ചേച്ചി? അങ്ങനെ അത് അങ്ങനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുതരം ഓക്കെ സ്വയം സമാധാനിക്കുക, ഇങ്ങനെയാണ്, ഇതാണ് എന്റെ വിധി, ഇതാണിത്. അത് സ്വയം നമ്മൾ സമാധാനിക്കാൻ പറഞ്ഞ എക്സ്ക്യൂസസ് അല്ലേ ശരിക്കും? നമുക്ക് വരേണ്ടത് നമുക്ക് വരുന്നത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ നമുക്ക് വരാനുള്ളത് ആരെങ്കിലും തടസ്സം വരുത്താൻ നമുക്ക് പിടിച്ചു വാങ്ങാനും നമുക്ക് വേണമെങ്കിൽ പറ്റും. നമ്മൾ പിടിച്ചു വേണമെങ്കിൽ പറ്റും. നമ്മൾ വേണമെങ്കിൽ അവരെ വിളിക്കാം, സംവിധായകനെ വിളിക്കാം, ഇതിങ്ങനെ ചെയ്തു എന്ന് പറയാം. നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂ ഒരു ഗസ്റ്റിന്റെ എടുക്കാൻ പോയിട്ട് മുന്നേ വന്ന ഇന്റർവ്യൂസ് പല നമ്മൾ റെഫർ ചെയ്യും. അത് ചേച്ചി പറഞ്ഞിട്ട് ഒരു പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്തു എന്നാണോ പറയുന്നത്, എനിക്ക് ഭയങ്കര പേടി തോന്നിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അൻസിബയെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പേടിയാണ്, കാരണം എന്റെ പേര് സീനത്ത് എന്നാണ്. സത്യം. ഈ കലയിൽ എത്രത്തോളം മതം കയറുന്നു എന്നുള്ളത് ഭയങ്കര ഒരു എനിക്ക് വല്ലാണ്ട് തോന്നി ആ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അതെ, അതിന്റെ താഴെ ആൾക്കാർ അങ്ങനെ എടുക്കുള്ളൂ. അപ്പൊ മാല പാർവതി എന്നോട് പറഞ്ഞു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇത് ഭയങ്കര ഇതാണ് സീനത്ത് ചേച്ചി, പിന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാലയോട് പറഞ്ഞു, എന്താണെന്നറിയാം, മാല ഞാൻ സീനത്താണ്, അതുകൊണ്ട് മാല സംസാരിക്കൂ, അതിന് വേറെ കളറാണ് ഉണ്ടാവുക, ഞാൻ സംസാരിക്കുന്നതിന് അർത്ഥം മാറും, അതുകൊണ്ട് എനിക്ക് ഭയമാണ്. ഒരു 10 വർഷമൊക്കെ ആയിട്ടായിരിക്കും ഇത്രയും മതം ഒക്കെ ഭയങ്കര മോശമായിപ്പോയി. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സ് ഇപ്പൊ ഈ അടുത്ത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ പേടിപ്പിക്കുകയാണത്. നമ്മളെ തൊട്ടടുത്ത് നമ്മളെ കൂടെ ഇരുന്ന ആള് അയാളുടെ മനസ്സിൽ ഇതായിരുന്നോ, അല്ലെ അവളുടെ മനസ്സിൽ ഇതായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സന്ദർഭം വന്നിരിക്കുകയാണ് ഇപ്പോ. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് എന്നുള്ള എല്ലാവരുടെ ഈ കേരളത്തിലായതുകൊണ്ടാണ് പലരും പറയാത്തത്, ആ കളർ പുറത്തു വരാത്തത്. അപ്പൊ തന്നെ ഫേസ്ബുക്കിലൊക്കെ വന്നല്ലോ, പേളിയൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ആ ധൈര്യം വേണം. എല്ലാവർക്കും ഓരോ രാഷ്ട്രീയം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെക്കുന്നത്? ഈ രാഷ്ട്രീയം മാത്രം എല്ലാവരും മറച്ചു വെക്കുന്നത് എന്താ? അപ്പൊ അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. അതിൽ ഈ മതം കയറുന്നോണ്ടാണല്ലോ അത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് ഇതൊന്നും പറയാൻ ആർക്കും ഒരു പേടിയോ അല്ലെ മടിയോ വരുന്നില്ല, അഭിമാനത്തോടെ പറയും. ഇത് പറയുമ്പോൾ മാത്രം ആൾക്കാർ പറയുന്നത് അതിൽ മതം വരുന്നുണ്ട്, അല്ലാത്ത മറ്റൊന്നുമല്ല. ഇപ്പൊ അടുത്തതാ ടൊവിനോയെ പറ്റിയിട്ട് കൃഷ്ണകുമാർ പറഞ്ഞു, എന്ത് മോശമാണത്. അപ്പൊ അതിന്റെ അർത്ഥം വീട്ടിൽ തന്നെ ആൾക്കാർ വന്ന് ടൊവിനോയുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാൻ കൃഷ്ണകുമാറിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് കൃഷ്ണകുമാർ പറഞ്ഞത്. ടൊവിനോയുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്താണെന്നുള്ളത്. അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ മക്കളൊക്കെ മാറി തുടങ്ങി. ഈ പ്രാവശ്യം വിദ്യാർത്ഥികളുടെ പ്രശ്നം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അവരുടെയൊക്കെ മക്കൾ റിയാക്ട് ചെയ്തു. അപ്പൊ ഒരു മാറ്റം വരുന്നുണ്ട്, നല്ലൊരു വിപ്ലവം വരുന്നുണ്ട് ഇനിയും. അപ്പോ നമ്മൾ കാരണം നമ്മൾ ഇനി 100 വർഷം പുറകേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോ ഇനിയും തെരുവ് കിടന്ന് ആൾക്കാർ മരിക്കേണ്ടി വരികയാണ് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്. അതൊക്കെ പോയി നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നതാ, വീണ്ടും നമ്മളെ പുറകിലേക്ക് വലിക്കുകയാണ്. ഭയങ്കര ഒരു ടെൻഷൻ തന്നെയാണ്. ഞാനൊക്കെ പറയുന്ന ഇനി കുട്ടികളെ സൃഷ്ടിക്കേണ്ട ഇവിടെ. ആരും ഇനി കുട്ടികളെ ഈ ലോകത്തേക്ക് വരണ്ട. ഇതെന്തിനാണ് ഈ മതവും രാഷ്ട്രീയവും പറഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് പോകാനാ? മതം ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയി താമസിക്കായിരുന്നു.
ഏതോ ഒരു സ്ഥലം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ചെല്ലുമ്പോ അറിയാം കൃത്യമാണെന്ന്, അതുണ്ടോ ഇല്ല ഇങ്ങനെ ഏതോ ഒരു സ്ഥലമുണ്ട്, എനിക്ക് കേട്ടിട്ടുണ്ട് ഞാൻ. അവിടെ മതമില്ല. ജാതി നോക്കുന്നു മതം നോക്കുന്നു ഒക്കെ നമുക്കിടയിലും ഉണ്ട്, നമ്മളുടെ അടുത്ത വീടുകളിലും ഉണ്ട് എന്നൊക്കെ നമ്മൾ സത്യം റിയലൈസ് ചെയ്യുന്നത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കരാണ്. നമ്മളെ തൊട്ടടുത്ത് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഉള്ളിൽ ഇതുണ്ട് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. പുറത്തേക്ക് പറയുന്ന ആൾക്കാരെ നമ്മൾ പേടിക്കണ്ട, ഉള്ളിലാണ് ഉള്ളിലുള്ള ആൾക്കാരെ സൂക്ഷിക്കണം. ഉള്ളിൽ പറയാതെ വെക്കില്ല. എനിക്ക് പലപ്പോഴും അതിൻ്റെ അത് മനസ്സിലാവണം. ചിലപ്പോൾ നമ്മൾ മെസ്സേജുകളൊക്കെ വരുമല്ലോ, ഉം. അത് നമ്മൾ ഒന്ന് ഫോർവേഡ് ചെയ്ത് നോക്കും. ഉം. അപ്പം നോക്കുമ്പോൾ ഇവരുടെ ചില റിയാക്ഷനിൽ മനസ്സിലാവും, ഓ ഇതാണ് സംഭവം. കാരണം മിണ്ടില്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് സാധനം ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. അത് ഞാനും കണ്ടിട്ടുണ്ട്. ആ, എനിക്ക് പണ്ട് ഓപ്പോസിറ്റ് ഞാൻ വേണ്ട, നമുക്ക് വ്യക്തമായിട്ട് പിടിക്കാൻ പറ്റും, പിടിക്കാൻ പറ്റും, ഇഷ്ടപ്പെട്ടിട്ടില്ല. പിടിക്കാൻ പറ്റും, ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ അടുത്തൊരു സംഭവം ഉണ്ടായി, ഭയപ്പെടണം നമ്മൾ. എൻ്റെ ചേച്ചിയുടെ മോന് ഇപ്പൊ അടുത്താണ് പിന്നെ ഡോക്ടറായിട്ട് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ, PGക്ക് ഇപ്പോൾ പോകുന്നു. അപ്പൊ അവര് ഒരു ഹോസ്പിറ്റലിൽ തൽക്കാലം 2 മാസത്തേക്ക് അവൻ കയറിയ സമയത്ത് രാത്രി ഒരു ദിവസം പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ കുറച്ച് ആൾക്കാർ വന്നു. ഒരു പോലീസുകാരനും കുറച്ച് 2 ആൾക്കാരും എല്ലാം മദ്യപിച്ചിട്ട് ഇവർ വന്ന്, അവർക്ക് എന്തോ അപകടം പറ്റി എന്തോ ആയപ്പോൾ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് ഈ കുട്ടി ഇങ്ങനെ നോക്കുകയാണ്, നോക്കി ഇങ്ങനെ ഇരുന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു, എന്താ പേര് എന്ന് ചോദിച്ചു. അപ്പം ജലാജ് എന്ന് പറഞ്ഞു. ഓ ജിഹാദിയാണല്ലേ. ഒരു ഡോക്ടർ ജിഹാദി എന്ന് ഇവർ ഉപയോഗിക്കുന്നത് എന്താ ടെററിസ്റ്റ് എന്നാണോ അവരത് മീൻ ചെയ്യുന്നെന്ന് മനസ്സിലാവണില്ല. ജിഹാദി എന്ന് പറഞ്ഞാൽ നല്ല ലക്ഷ്യം ഉണ്ടായില്. ജിഹാദി എന്നിപ്പോ ഞാനിതിന് ശേഷമാണ് എനിക്ക് അടിച്ചു നോക്കണം, എന്താ ഈ ജിഹാദി? അതിന്റെ അർത്ഥം ലക്ഷ്യം സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് പോവുക എന്നുള്ള സാധനമുണ്ട്, നല്ല കാര്യം പല അർത്ഥം ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് ഉപയോഗിക്കുന്ന ഇതാണ്. മുസ്ലിംസ് കേട്ട് ജിഹാദി എന്ന് പറയാം. നേരിട്ട് ചോദിച്ചോ? ആ നേരിട്ട് ചോദിച്ച അപ്പം നിർത്തി, ഇനി ഇവിടെ പരിശോധിക്കില്ല എന്ന് പറഞ്ഞു, പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇനി നോക്കില്ല. അപ്പൊ അയ്യോ അങ്ങനെയല്ല അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികൾ ഇപ്പത്തെ കുട്ടികളാണ്, പറ്റില്ല എന്ന് പറഞ്ഞു, നോക്കാൻ പറ്റില്ല എന്ന് പോയി. അവരടുത്തുള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഒരാൾ വരും, എടുക്കരുത്. ആ അടുത്തുള്ള സ്ഥലത്തൊന്നും പിന്നെ എടുത്തില്ല. എന്താ ഒരു അവസ്ഥ എന്നാലോചിച്ച് നോക്കും. നമ്മളെ കേരളമാണിത്, കേരളത്തിലാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തില് അല്ലല്ല, അത് ഞാൻ പറഞ്ഞ മോൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് അവന്റെ പേര്. ഇതിപ്പോ എന്റെ ചേച്ചിന്റെ മകന് സംഭവിച്ച കാര്യമാണ്. എന്താ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിനി എങ്ങനെ ഇവിടെ ജീവിക്കും? എങ്ങനെ നമ്മൾ രാത്രി സുഖമായിട്ട് ഉറങ്ങും? പിറ്റേ ദിവസം കേൾക്കുന്ന വാർത്തകൾ എന്താണെന്നുള്ളതാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, പിന്നെ ബലാത്സംഗം ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ ഒരാൾ വന്നിട്ട്. അതൊക്കെ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹമുള്ളവരാണെന്ന്. എന്താ ഈ പറയുന്നത്? ഇവരൊക്കെ എങ്ങനെ അവരുടെ മക്കളുടെ മുഖത്ത് നോക്കുന്നു ഇതൊക്കെ പറഞ്ഞിട്ട്? അല്ലേ, ഇവർക്ക് നോക്കാൻ പറ്റുന്നുണ്ടോ? ആ മക്കൾക്ക് വല്ല ബഹുമാനം ഉണ്ടാവും ഈ അച്ഛനോട്? വെച്ച് പൊറപ്പിക്കരുത് അങ്ങനത്തെ ആൾക്കാരെ, അറസ്റ്റ് ചെയ്യണം. അങ്ങനെ കുറെ ആൾക്കാർ അറസ്റ്റ് ചെയ്താൽ ഈ മതം പറയൽ തീർത്തു. മതം പറഞ്ഞു അറസ്റ്റ് ചെയ്യുക. ആഗ്രഹിക്കാൻ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അത്ര ശരി. വേറെ ആഗ്രഹിക്കാൻ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. പക്ഷെ അങ്ങനെ ഒരു സമയത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഓരോ മതത്തിൽ നിന്ന് പോയിട്ട് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകും, അവരാണ് ഏറ്റവും കൂടുതൽ ആ മതത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിം എന്ന് പോയാലും ശരി, പോയാലും ശരി. പിന്നെ ആ പോയ മതത്തിനെ പറ്റി ഇവരോ അയ്യോ അവരായിരിക്കും ഏറ്റവും വലുത്, നാറ്റിക്കുന്ന മുഴുവൻ അവരാ. കണ്ടിട്ടുണ്ട്. ആ എപ്പോഴും അത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് അങ്ങനത്തെ മതം മാറുന്ന ആൾക്കാരെ ഇഷ്ടമല്ല. ചില ഇന്റൻഷൻ ഉണ്ടാവും കേട്ടോ മാറുന്നതിനും. അതാണ് ആൾക്കാരുണ്ട്, മറ്റേത് ബിസിനസ്സും ഒക്കെ ബിസിനസ്സാ. കാശ് കൊടുത്ത് മതം മാറ്റിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂസുകളൊക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ ബിസിനസ്സാ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ജീവിച്ചു പോവാം. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാത്രം വിചാരിച്ച ഒരു മാറ്റം വരാനും പോകുന്നില്ല. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കും കേട്ടോ.